മേരെ പ്യാരെ ദേശവാസിയോ, നമ്മുടെ താമര കുഞ്ഞുങ്ങളായ കേരളത്തിലെ BJPക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മുഖമൊക്കെ വന്നിട്ടുണ്ട്. കോൺഗ്രസ് കേരള കോൺഗ്രസ് മുന്നണി പോരുപോലെ CPM CPI ചക്കളത്തി പോരുപോലെ NDA മുന്നണിയിലും ഒരു കോഴയും അടിയുമൊക്കെ വന്നു കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ BD പാർട്ടി BJPയെ വിമർശിച്ചത് തന്നെ ഒരു കേരള സ്റ്റൈൽ വന്നതുകൊണ്ടാണ്. ഇത്രയുമായ സ്ഥിതിക്ക് മെഡിക്കൽ കോളേജ് കോഴയിൽ BJP അവരുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും BJP ഒരു ദീർഘദർശനമുള്ള പാർട്ടിയാണ്. കേരളത്തിൽ ഒരു MLA സീറ്റ് കിട്ടിയപ്പോൾ തന്നെ പാർട്ടി ഓഫീസ് പൊളിച്ച് പുതുക്കി പണിയാൻ തറക്കല്ലിട്ടവരാണ്. കഴിഞ്ഞില്ല, ആ ഓഫീസിൽ ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിശാലമായ ഒരു മുറി പണിയുന്നവരാണ്. നേതാക്കൾ കോഴ വാങ്ങും എന്ന് മുൻകൂട്ടി കണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരാണ്. വഴിതെറ്റിയ കേരളത്തിന് വഴികാട്ടാനെത്തിയ BJPക്ക് വഴിതെറ്റി എന്നാരും കരുതരുത്. ഇതൊക്കെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പിരിറ്റിലങ്ങ് കാണുക. കേരളത്തിലെ BJP താമര മൊട്ടായിരുന്ന കാലം. അന്ന് 2.5 ഇതൾ താമരയ്ക്ക് തികച്ചില്ലാത്ത കാലം. O രാജഗോപാലും KG മാരാരും പിന്നെ രാമൻപിള്ളയും മാറി മാറി പ്രസിഡന്റും സെക്രട്ടറിയും ആയിരുന്ന കാലം. വഴിമുട്ടിയ വെള്ളാപ്പള്ളി, വഴിതെറ്റിക്കാൻ BJP. നവയുഗ ഭാരത സാരഥി നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം. നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം. അസതോ മാ സദ്ഗമയ, അസതോ മാ സദ്ഗമയ, അസതോ മാ സദ്ഗമയ. ഇന്ന് കാലം മാറി. താമര നേമത്ത് വിരിഞ്ഞു. ഒരമ്മ പെറ്റവർ നമ്മൾ, ഒത്തൊരുമിക്കുക നമ്മൾ. ഭാരതപുത്രന്മാരെ നമ്മുടെ നാടിനു വേണം സ്വാതന്ത്ര്യം. രാജേട്ടൻ എന്ന O രാജഗോപാൽ വിരിഞ്ഞു നിൽക്കുകയും കേന്ദ്രത്തിൽ അധികാരം ഉറപ്പിക്കുകയും ചെയ്തതോടെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വരുന്ന പോലെ ബാലാരിഷ്ടതയായ കരപ്പൻ, കാറ്റുതുള്ളൻ, വില്ലഞ്ചുമ തുടങ്ങിയ പതിവ് അസുഖങ്ങൾ ഇന്നത്തെ കേരള BJPക്കും വന്നു. നേതാക്കൾ മെഡിക്കൽ കോളേജുകൾക്ക് കോഴ വാങ്ങിയപ്പോൾ ജില്ലാ നേതാക്കൾ കള്ളനോട്ടടിച്ചു. ഇതിനിടയിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ ദേശസ്നേഹത്തിന്റെ മറപിടിച്ച് അഴിമതി വിരുദ്ധ പ്രസംഗം കുറേ നടത്തി. നിയമത്തിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കണം. അത് ആണ് ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അഭികാമ്യമായിട്ടുള്ളത്. അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചു. ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഗവൺമെന്റ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ള എല്ലാ നിയമനങ്ങളെ സംബന്ധിച്ചും അടിയന്തരമായി വിജിലൻസ് അന്വേഷിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അഴിമതിക്കെതിരായുള്ള കേരളത്തിലെ ജനവികാരം, ആ ജനവികാരത്തിൻ്റെ മുന്നിൽ പിണറായി സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഭാരതപുത്രന്മാരെ നമ്മുടെ നാടിനു വേണം സ്വാതന്ത്ര്യം. അങ്ങനെ കേരളത്തെ വഴിതെറ്റിക്കുന്ന പതിവ് രാഷ്ട്രീയ അഭ്യാസങ്ങൾ താമരക്കുട്ടന്മാരും കാട്ടിത്തുടങ്ങി. പിന്നെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ BJP കുറെ കൂടി ക്ലാസ് പൊളിറ്റിക്സ് ആണ് കളിച്ചത്. സംസ്ഥാന പ്രസിഡന്റായി വരാൻ സാധ്യതയുള്ള MD രമേശ് എന്ന നേതാവിനിട്ട് ഒരു പണി കൊടുക്കാൻ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടു. വോട്ട് കച്ചവടവും സ്വന്തം ഓഫീസ് തകർക്കലുമായി നടന്ന പഴയ കാലത്തെക്കാളും BJP ഒരുപാട് മാറി. എങ്ങനെ മാറാതിരിക്കും? ഒറ്റ മിസ്ഡ് കോളിൽ അണികളെ അണിയിച്ചൊരുക്കുന്ന രാഷ്ട്രീയ ബോധമാണ് താമരക്കുട്ടന്മാരുടേത്. വഴിമുട്ടിയ വെള്ളാപ്പള്ളി, വഴിതെറ്റിക്കാൻ BJP. ഇത്രയും ബുദ്ധിയുള്ള ഒരു അപ്പൻ അത്യാവശ്യം ചില സ്വന്തം കാര്യങ്ങൾക്ക് ഇത്തിരി കാശ് മാറ്റിവെക്കാനുള്ള ബുദ്ധി കാണിച്ചോ? പള്ളിക്കാര്യത്തിന് കുറച്ച് കാശ് കൊടുക്കണമെങ്കിൽ പോലും അപ്പന് കള്ളത്തരം കാണിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫണ്ട് വേണം. ഒരു ചായ കുടിക്കാൻ 10 രൂപയാണെങ്കിൽ അമ്മച്ചിയോടെ ഇറക്കണ്ടേ? അമ്മച്ചിയാണെങ്കിലോ എരപ്പുത്തരം കണ്ടുപിടിച്ചാളും. അടി തമരടിക്കണ കാലമായടി തീയമ്മേ, കാശിന്റെ ശാമം തീർന്നടി തീയമ്മേ. Under the promise of giving sanction to a medical college, rupees 5 crore 16 lakhs have been. It has been taken as bribe.
മധ്യപ്രദേശിൽ BJP ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് നടത്തിയ വ്യാപം കുംഭകോണം പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ. ഇപ്പൊ എന്താ ഉണ്ടായേ? നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി പറയാനാ പറഞ്ഞത്. ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയെങ്കിലും അവർക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പണം ഓഫർ ചെയ്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജ് പോയി ഒരു നഴ്സറി സ്കൂൾ പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായില്ല. ഇത് ശരിയാക്കാൻ വേണ്ടി കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരാളെ സമീപിച്ചോ, ഞാൻ പണം ആവശ്യപ്പെട്ടോ, എനിക്ക് പണം തന്നോ, ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താവുന്ന ഒരു വിദൂര ബന്ധം എന്നിൽ ഏത് ഏജൻസിയുടെ അന്വേഷണമാകട്ടെ, അത് പാർട്ടി ഏജൻസി ആയാലും സർക്കാർ ഏജൻസി ആയാലും ഏത് ഏജൻസിയുടെ അന്വേഷണമാകട്ടെ, ആ അന്വേഷണത്തിൽ എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടാൽ എന്റെ പൊതുപ്രവർത്തനം ആ നിമിഷം ഞാൻ അവസാനിക്കും. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. പാർട്ടി നടത്തിയ അന്വേഷണം കോർ കമ്മിറ്റി ചർച്ച ചെയ്യും മുമ്പ് മാധ്യമങ്ങൾക്ക് അത് ചോർത്തി നൽകിയ ആ സംഘടനാ സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് BJPയുടെ ട്രേഡ് മാർക്ക്. എന്നിട്ട് രമേശേട്ടൻ പാവാട്ടോ എന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് പാരയിൽ പൊതിഞ്ഞ സ്നേഹം. എന്താ അല്ലേ? നന്ദേട്ടനായിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? MT രമേശ് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ സംശയിക്കാനുള്ള ഒരു ന്യായവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള അഴിമതിക്കാരുമായിട്ട് ഒരു പങ്കുമില്ല, ഒരു ബന്ധമില്ല. ഭാരതീയ ജനതാ പാർട്ടി അഴിമതിയെ വെച്ചു പുറപ്പിക്കാത്ത പാർട്ടിയാണ്. അഴിമതിക്കാരായിട്ടുള്ള ആരും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാവില്ല. പൂച്ചക്ക് വീണ വായന എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞതുപോലെയായത് ഭയങ്കര ചതിയായിപ്പോയി. ഇനി കോഴത്തട്ടിപ്പിന്റെ വ്യാപ്തി എന്താണെന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു തരും. അപ്പോൾ വമ്പൻ സ്രാവുകൾ വലയിൽ കുടുങ്ങുമോ എന്തോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 70 മെഡിക്കൽ കോളേജുകൾക്ക് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ആ അനുമതി നിഷേധിച്ച മെഡിക്കൽ കോളേജുകൾക്കെല്ലാം പിന്നീട് ലോധ കമ്മിറ്റിയെ സ്വാധീനിച്ച് അവരെല്ലാം തന്നെ അനുമതി പിന്നീട് വാങ്ങിയിട്ടുണ്ട്. ഈ അനുമതി വാങ്ങിയതിൻ്റെ എല്ലാം പിന്നിൽ രാജ്യത്തെ 70 മെഡിക്കൽ കോളേജുകൾക്ക് നേരത്തെ അംഗീകാരം നിഷേധിച്ചവർക്ക് പിന്നീട് അംഗീകാരം ലഭിച്ചതിൻ്റെ പിന്നിലെല്ലാം ഇതുപോലുള്ള പണം കൈപ്പറ്റിയിട്ടുണ്ട്. രാജ്യത്തെ 70 കോളേജുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പണം വിവിധ സംസ്ഥാനങ്ങളിലെ BJPക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. ശവത്തെ കുത്തരുത്. നമ്മുടെ ബഹുമാനരായ അഭിഭാഷകർ ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ കർക്കിടകമായതിനാൽ ഒരു ആണ്ടുബലി നടത്തി. അത് മാധ്യമ അഭ്യാസത്തിനെതിരെയുള്ള വാർഷിക ആണ്ടുബലി ആയിരുന്നു. ആ മാന്യന്മാരുടെ ബലിതർപ്പണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. ബലിതർപ്പണമാണ്, അറം പറ്റാതെ നോക്കണം. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇത് വെറും ധാർഷ്ട്യമാണ്. അഴിച്ചുവിടപ്പെട്ട വേട്ടപ്പട്ടികൾ. ഞാൻ ഈ പട്ടി എന്ന് വാക്ക് ഉപയോഗിച്ച വീണ്ടും കേസ് അത് വേറെ പ്രശ്നം. നമ്മളൊരു വലിയൊരു എസ്റ്റേറ്റ് ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. നമ്മളോട് ചെല്ലുമ്പോൾ ഈ വേട്ടപ്പട്ടികളെ അഴിച്ചുവിട്ടിരിക്കുന്നു. ആ വേട്ട നായ്ക്കളെ ആദ്യം പിൻവലിക്കണം. ആരാണോ അഴിച്ചുവിട്ടിരിക്കുന്നത് അവരെ പിൻവലിക്കണം.
നാണം വിറ്റും നാടിനെ വിറ്റും നേരിടാം. നാണക്കേടിനെ മാറ്റാൻ നാട്ടിൽ മാന്യനാകാൻ കൂടുതൽ കൂടുതൽ നേരിടാം. പെട്ടെന്ന് കഥയല്ല, എല്ലില്ല, അസ്ഥിയില്ല, നട്ടലില്ലാത്തവരായോണ്ട് നാണം കെട്ടും നാണം വിറ്റും നാടിനെ ഒറ്റും നേരിടാം. നാണക്കേടിനെ മാറ്റാൻ നാട്ടിൽ മാന്യനാകാൻ കൂടുതൽ കൂടുതൽ നേരിടാം. കാണരുത് കേൾക്കരുത് മിണ്ടരുത് നിർത്താതോടി മുന്നിലെത്താം. കരയുന്നോനെ കാണരുത് വീഴുന്നോനെ താങ്ങരുത്. നേരെ 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 മുട്ടും കളയാതെ ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. അപ്പോൾ പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. അടുത്തയാഴ്ച BJPക്ക് പുതിയ പ്രസിഡന്റ് മിസ് കോൾ അടിച്ച് വരാതിരുന്നാൽ നന്നായിരുന്നു. അതുവരെ നല്ല നമസ്കാരം.